Hi guys. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്റർഫറൻസിനെ കുറിച്ചാണ് പഠിച്ചതല്ലേ? അതേപോലെ ലൈറ്റിന്റെ വേവ് നേച്ചർ പ്രൂവ് ചെയ്യുന്ന വേറൊരു ഫിനോമിനൻ ആണ് ഡിഫ്രാക്ഷൻ. ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഡിഫ്രാക്ഷൻ എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Then ഡിഫ്രാക്ഷൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ we have to know the wavefront. എന്താണ് wavefront? Wavefront എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ലൈറ്റ് സോഴ്സിന്റെ എല്ലാ ഡയറക്ഷനിലോട്ടും ഈക്വൽ വെലോസിറ്റിയിൽ അത് ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യും അല്ലേ? ഈ എല്ലാ ലൈറ്റ് റേസിനെയും ടച്ച് ചെയ്യുന്ന ഒരു ഇമാജിനറി സർഫസ് ദാറ്റ് ഈസ് കോൾഡ് വേവ് ഫ്രണ്ട്. ദാറ്റ് ഈസ് wavefront is a imaginary plane or imaginary surface that touches all the light rays that produced by a single light source at any instant. ഏതൊരു സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് റേസിനെയും തട്ടുന്ന ഒരു ഇമാജിനറി സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡയറക്ഷനിലോട്ടും അത് ഈക്വൽ ആയിട്ടായിരിക്കും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ദെൻ അതിനെല്ലാം ടച്ച് ചെയ്യുന്ന ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് വേവ് ഫ്രണ്ട് എന്തായിരിക്കും? ദാറ്റ് ഈസ് സ്ഫെറിക്കൽ ആയിരിക്കും. ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റിന്റെ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ആയിരിക്കും. ദെൻ ഇഫ് ഇറ്റ് ഈസ് എൻ ഇലോങ്ങേറ്റഡ് സോഴ്സ്, ഒരു നീളമുള്ള ഒരു ഇലോങ്ങേറ്റഡ് സോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫ്രണ്ട് വിൽ ബി സിലിണ്ടറിക്കൽ. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും അല്ലേ? എല്ലാ ലൈറ്റ് റേസിനെയും ടച്ച് ചെയ്യുന്ന ഇമാജിനറി പ്ലെയിനിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു സിലിണ്ടറിക്കൽ ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻഡഡ് സോഴ്സ്, ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലുള്ള ഒരു സോഴ്സ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം പാരലൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പാരലൽ ലൈറ്റ് റേസിനെ എല്ലാം ടച്ച് ചെയ്യുന്ന ഒരു ഇമാജിനറി വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും ഒരു എക്സ്റ്റെൻഡഡ് സോഴ്സ് ഉണ്ടാക്കുക. ഓക്കെ, ഇതാണ് വേവ് ഫ്രണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ എഡ്ജസ് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ. ഒരു ഒബ്സ്റ്റക്കിളിന്റെ എഡ്ജിൽ തട്ടിയിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിയൽ ലൈഫിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലൈറ്റ് റേസ് വരുന്ന പാത്തിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഒരു ഷാർപ്പ് ഷാഡോ നമുക്ക് കിട്ടും അല്ലേ? ഇനി ആ ഒബ്ജക്റ്റിന്റെ സൈസ് വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് ടു സ്മോൾ ആസ് ഇൻ ദ ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു ഷാഡോ നമുക്ക് കിട്ടില്ല. അവിടെ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ടാകും. ആ ഒബ്ജക്റ്റിന്റെ എഡ്ജസിൽ നമ്മൾ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ടാകും. അവിടെ നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ഷാഡോ കിട്ടില്ല. ദാറ്റ് ഈസ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ കാരണമാണ് നമുക്ക് അവിടെ ഒരു ഷാഡോ കിട്ടാത്തത്. ദെൻ നമ്മൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു സ്ലിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഞ്ഞു ലൈറ്റ് വരുന്ന ഒരു കുഞ്ഞു ഹോൾ അല്ലേ? സ്ലിറ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ലിറ്റിനകത്തൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ സ്ലിറ്റിന്റെ എഡ്ജിൽ തട്ടിയിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്യും. ആൻഡ് വി വിൽ ഗെറ്റ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. സ്ക്രീനിൽ നമുക്കൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് നമ്മൾ പറഞ്ഞ കുറേ ലൈറ്റ് റേസ് ഉണ്ടാകും. ഈ സ്ലിറ്റിനകത്തൂടെ പാസ് ചെയ്യുന്ന കുറേ ലൈറ്റ് റേസ് ഉണ്ടാകും. ഏതെങ്കിലും രണ്ട് ലൈറ്റ് റേസ് എന്ത് ചെയ്യാണ്? സൂപ്പർ ഇമ്പോസിഷൻ നടക്കുമ്പോൾ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തുണ്ടാകും? റീമോഡിഫിക്കേഷൻ ഓഫ് ലൈറ്റ് എനർജി ഉണ്ടാകും. And that will produce a diffraction pattern. അവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും? നമ്മൾ ഇന്റർഫറൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്? എവിടെയാണ് ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുക, എവിടെയാണ് ഡാർക്ക് ബാൻഡ് ഉണ്ടാവുക എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു ഒരു ഡിഫ്രാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ 3 സാധനങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഒരെണ്ണം ഒരു ഒബ്ജക്റ്റ് വേണം അല്ലെ? അതാണ് നമ്മുടെ സ്ലിറ്റ്. ആ സ്ലിറ്റ് വേണം. ദെൻ രണ്ടാമത് എന്ത് വേണം? ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വേണം. ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് വേണ്ടേ? ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വേണം. Then ഈ പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ വേണം അല്ലേ?
സ്ക്രീനും വേണം, സോഴ്സും വേണം, ദെൻ ഒബ്ജക്റ്റും വേണം. Depending upon the position of source of light and screen with respect to the obstacle, the diffraction can be classified into two, that is Fresnel diffraction and Fraunhofer diffraction. That is, ഒബ്ജക്റ്റിന്റെ അടുത്തുനിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് സോഴ്സും സ്ക്രീനും ഇരിക്കുന്നത് എന്നനുസരിച്ച് നമുക്ക് ഡിഫ്രാക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫ്രെനൽ ഡിഫ്രാക്ഷൻ, രണ്ടാമത്തത് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ. ഇനി എന്താണ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ എന്ന് നോക്കാം. ഫ്രെനൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് സ്ക്രീൻ ഓർ എയ്തർ വൺ, ഏതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ രണ്ടും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സ്റ്റക്കിളിനെ വെച്ച് നോക്കുമ്പോൾ ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഡിഫ്രാക്ഷൻ ഈസ് കോൾഡ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. അതായത് ഒബ്ജക്റ്റിന്റെ അടുത്താണ് സോഴ്സോ സ്ക്രീനോ അല്ലെങ്കിൽ രണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. അത് നമ്മൾ ലബോറട്ടറിയിലൊക്കെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് വേണ്ട, ലെൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. രണ്ടാമത്തെ കേസ് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ. എന്താണ് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ? ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒബ്ജക്റ്റിൽ നിന്നുള്ള ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് നമുക്ക് സോഴ്സും സ്ക്രീനും, സോഴ്സ് ഓഫ് ലൈറ്റും സ്ക്രീനും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ. നമുക്ക് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് പറയാം. ഓക്കെ, ദെൻ ഇത് നമ്മൾ ലാബിൽ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലെൻസ്. നമുക്ക് രണ്ട് ലെൻസ് വേണം. ഒരു ലെൻസ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇൻഫൈനൈറ്റ് സോഴ്സ് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ നമ്മൾ അടുത്തുള്ള ഒരു സോഴ്സിൽ നിന്ന്, ഇൻഫൈനൈറ്റ് സോഴ്സിൽ നിന്ന് എങ്ങനെയാ ലൈറ്റ് വരിക? വേവ് ഫ്രണ്ട് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. പാരലൽ ആയിട്ടല്ലേ ലൈറ്റ് റേസ് വരിക. സോ ആ ലൈറ്റ് റേസിനെ പാരലൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെൻസ് യൂസ് ചെയ്യണം, ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് നമ്മൾ കോൺവെക്സ് ലെൻസ് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പാരലൽ ലൈറ്റ് റേസ് കിട്ടും. ദെൻ ഒബ്സ്റ്റക്കിൾ തട്ടിയിട്ട് അത് നമുക്ക് സ്ക്രീനിൽ കിട്ടണ്ടേ? നമ്മൾ ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുന്ന സ്ക്രീൻ എവിടെയാ? അതും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണല്ലേ. അപ്പൊ നമുക്ക് സ്ക്രീനിൽ കിട്ടണ്ടേ? സ്ക്രീനിൽ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലെൻസ് വെച്ചിട്ട്, ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ കൺവേർജ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സ്ക്രീനിനകത്തോട്ട് കൺവേർജ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ ലാബിൽ എക്സ്പെരിമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Okay, these are two types of diffraction, that is Fresnel diffraction and Fraunhofer diffraction. Okay, ഇത് കാരണമായിട്ട് നമുക്ക് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകും, ഡാർക്ക് ബാൻഡ് ഉണ്ടാകും. അത് ഇൻഡർഫറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബാൻഡാണ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എവിടെയാണ് ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുക, എവിടെയാണ് ഡാർക്ക് ബാൻഡ് ഉണ്ടാവുക എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ബാൻഡ് എന്തായിരുന്നു? n+1/2, that is theta equal to n+1/2 lambda by a, അല്ലേ? where theta is the diffraction angle, a is the slit width. ആ സ്ലിറ്റിന്റെ വിഡ്ത്ത് ആണ് a എന്ന് പറഞ്ഞാൽ, സ്മോൾ a എന്ന് പറയുന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. then theta എന്ന് പറഞ്ഞാൽ ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റിന്റെ ഡിഫ്രാക്ഷൻ ആംഗിൾ ആണ് theta എന്ന് പറഞ്ഞാൽ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫ്രാക്ഷൻ ആംഗിൾ ഉള്ള സ്ഥലത്താണ് എവിടെ എന്തുണ്ടാവുക? ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുക അല്ലെ? ഇനി എവിടെയാണ് ഡാർക്ക് ബാൻഡ് ഉണ്ടാവുക? ഡാർക്ക് ബാൻഡ് ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താ? തീറ്റ ഈക്വൽ ടു n lambda by a, where theta is the diffraction angle and a is the slit width. സ്ലിറ്റിന്റെ വിഡ്ത്ത് ആണ് സ്മോൾ a. ഓക്കെ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫ്രാക്ഷൻ ആംഗിൾ ഉള്ള സ്ഥലത്താണ് എന്തുണ്ടാവുക? ഡാർക്ക് ബാൻഡ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ കിട്ടിയോ? ഇങ്ങനെയാണ്. ഇതിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ +2 പഠിച്ചതാണ്. നമുക്ക് ഡെറിവേഷൻ ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, ജസ്റ്റ് ഈ കണ്ടീഷൻ മാത്രം ഓർത്തു വെക്കാം. ബ്രൈറ്റ് ബാൻഡിന്റെയും ഡാർക്ക് ബാൻഡിന്റെയും കണ്ടീഷൻ ഓർത്തു വെക്കാം. ഇനി നമുക്കറിയാം എങ്ങനെയാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവാന്ന് അല്ലെ? നടുക്കൊരു സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്, സെൻട്രൽ മാക്സിമം എന്ന് പറയുന്ന ഒരു സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകും. ദെൻ ഒരു ഡാർക്ക് ബാൻഡ് ഉണ്ടാകും, നെക്സ്റ്റ് ഒരു ബ്രൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും ബ്രൈറ്റും ബാൻഡുകൾ ഉണ്ടാകും. ഓക്കെ, പക്ഷെ ഇൻഡർഫറൻസിലെ പോലെയല്ല. എങ്ങനെയായിരിക്കും ഇതിങ്ങനെ? സ്ട്രെങ്ത്, ഇന്റൻസിറ്റി ഇങ്ങനെ ദൂരം കൂടുന്നിടത്തോളം കുറഞ്ഞു രണ്ട് സൈഡിലും കുറഞ്ഞു വരുമായിരിക്കും അല്ലേ? രണ്ട് സൈഡിലും ഇങ്ങനെ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഇന്റൻസിറ്റി. ഇങ്ങനെ ഡാർക്ക് ബാൻഡിന്റെ ഇന്റൻസിറ്റിയും കുറയും, അതേപോലെ തന്നെ ബ്രൈറ്റ് ബാൻഡിന്റെ ഇന്റൻസിറ്റിയും കുറയും.
ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡാഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഇൻഡാഫറൻസിന്റെയും ഡിഫ്രാക്ഷന്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ഡിഫറൻസ് എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം ഇൻഡാഫറൻസ് ഉണ്ടാകുന്നത് രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് റേസിന്റെ സൂപ്പർ ഇമ്പോസിഷൻ കാരണമാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, രണ്ട് സ്ലിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ രണ്ട് സ്ലിറ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡാഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. ക്രസ്റ്റും കൂടുമ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻഡാഫറൻസ് ഉണ്ടാകും, ക്രസ്റ്റും ടഫും കൂടുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻഡാഫറൻസ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? പക്ഷെ ഡിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാകുന്നത് ഒരേ സ്ലിറ്റിനകത്തൂടെ വരുന്ന ലൈറ്റ് റേസ്, ഒരേ സ്ലിറ്റിനകത്തൂടെ വരുന്ന രണ്ട് ഡിഫറെന്റ് ലൈറ്റ് റേസിന്റെ സൂപ്പർ പൊസിഷൻ കാരണമാണ്. അപ്പോഴാണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ്. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ് എന്താ? ഇൻഡാഫറൻസ് പാറ്റേണിൽ എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഒരേ വിഡ്ത്ത് ആയിരിക്കും, എല്ലാ ഡാർക്ക് ബാൻഡിനും ഒരേ വിഡ്ത്ത് ആയിരിക്കും. പക്ഷേ ഡിഫ്രാക്ഷന്റെ കേസിലോ ബ്രൈറ്റ് ബാൻഡിന്റെ വിഡ്ത്തും ഡാർക്ക് ബാൻഡിന്റെ വിഡ്ത്തും എന്തായിരിക്കും? കുറഞ്ഞു വരും. രണ്ട് സൈഡിക്കും സെൻട്രൽ മാക്സിമം എന്ന് നോക്കിയിട്ട് ആ സൈഡിക്കും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒരേപോലെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ദേ ആർ നോട്ട് ഇൻ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കത്തില്ല. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഡിഫറൻസ്. ദെൻ ദ തേർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡാഫറൻസിലെ എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഒരേ ഇന്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, ഒരേ ഇന്റൻസിറ്റി ആയിരിക്കും എല്ലാ ബ്രൈറ്റ് ബാൻഡിനും ഉണ്ടാവുക. പക്ഷെ ഡിഫ്രാക്ഷന്റെ കേസിൽ സെൻട്രൽ മാക്സിമത്തിനായിരിക്കും ഹൈ ഇന്റൻസിറ്റി ഉണ്ടാവുക. ദെൻ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകുമ്പോൾ എന്താകും? ഇന്റൻസിറ്റി കുറഞ്ഞു വരും. ദെൻ ഫോർത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഡാർക്ക് ബാൻഡിന്റെ ഫസ്റ്റ് ഉണ്ടാവുന്നത്, അതായത് സെൻട്രൽ മാക്സിമത്തിന്റെ സൈഡിൽ കിടക്കുന്ന രണ്ട് ഡാർക്ക് ബാൻഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡാർക്ക്നെസ് ഉണ്ടാകുക. ദെൻ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകുമ്പോൾ ഡാർക്ക്നെസ് കുറഞ്ഞു വരും ഇൻ ഡിഫ്രാക്ഷനിൽ. ഓക്കെ, ഇൻഡാഫറൻസിലോ എല്ലാ ഡാർക്ക് ബാൻഡിനും ഒരേ വിഡ്ത്ത് ആയിരിക്കും, ഒരേ ഡാർക്ക്നെസ് ആയിരിക്കും. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡാഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. അപ്പം ജസ്റ്റ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ +2 പഠിച്ചതാണ്. ഈ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ +2 പഠിച്ചതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തതന്നേ ഉള്ളൂ. ഒന്ന് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.